ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ അച്ചൂസ് ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡേ മൈ ലൈഫ് ഇടാം. ഇത് രാവിലെ തൊട്ട് നമ്മുടെ ഒരു ഉച്ച വരെയുള്ളൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇതാ കാലത്തന്നെ കിച്ചണിൽ കയറി പുട്ടും പപ്പടവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായാൽ നമ്മളെന്ത് ചെയ്യണം? ആ ആഗ്രഹം നമ്മളത് തീർക്കണം. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള തകൃതിയായ പണിയാണ് കേട്ടോ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മോളുണ്ട്. മോളെ ഞാൻ ചട്ടം കെട്ടിയിരിക്കുകയാണ്. തലേ ദിവസം തന്നെ അമ്പലത്തിൽ പോകണം, നീ പോരുമെന്ന് ചോദിച്ച്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വലിയ മോൾക്ക്. മറ്റൊരു രണ്ടാളും പിന്നെ പായ കണ്ടു കഴിഞ്ഞാൽ ഒരു 8, 8:30, 9 മണി വരെ കിടക്കും. അപ്പോൾ അവളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമൻറ്റ് ഇത് കണ്ടോ, എൻ്റെ പുട്ട് കുത്തുന്ന ഇതെന്തുകൊണ്ടാണെന്നറിയോ? കത്തി കൊണ്ടാണ്. ആരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ പുട്ടും കുറ്റി നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടില്ല. അപ്പം അത് ഭയങ്കര ടൈറ്റാണ്. അപ്പം ഞാനതിങ്ങനെ കുത്തിയെടുക്കും. അപ്പോൾ അതാ ഫസ്റ്റ് കുറ്റി പുട്ട് അതായി. ഇനി കുളിക്കണം, പാത്രം കഴുകാണ്ട്, ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ ഫസ്റ്റ് കുറ്റിപ്പുട്ട് ഞാൻ ഇതാ കുത്തി കത്തി കൊണ്ട് കുത്തി പാത്രത്തേക്ക് ഇട്ടു. കൈ പൊള്ളി, അതിൻ്റെ ചില്ലെടുത്തതാണ്. കൈ പൊള്ളിപ്പോയി ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്താ പറയുക, വീഡിയോസൊക്കെ ഒരു ക്ലിയർ കുറവായിരിക്കും. കാരണം എൻ്റെ ഫോണ് പഴയ ഫോണാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കിച്ചണിക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചം കുറവാണ്, ലൈറ്റ് ഇടണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. കിച്ചണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ലൈറ്റ് ഇടാതെ പറ്റില്ല. അപ്പോൾ ക്ലിയർ കുറച്ച് കുറവായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ. ഏട്ടനും മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത്തിരി അവിയലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നേക്കിപ്പോൾ അത് മതി. ഉച്ചയ്ക്ക് എന്താ ചോറായി. പിന്നെ അടുക്കള ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കിയെടുത്തതാണ്, ഷീറ്റൊക്കെ ഇട്ടിട്ട്. ഇതാ കുടിവെള്ളം ഞങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ കൊണ്ടുവന്ന് വെക്കലാണ്. കാരണം ഞങ്ങൾക്ക് കിണറില്ലാത്തതുകൊണ്ട് താഴെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന് ഞങ്ങളിതേപോലെ വയ്ക്കും. പിന്നെ പൈപ്പും കാര്യങ്ങളും ഉണ്ടാവുന്നതുകൊണ്ട് അതിന് നമുക്ക് പുറത്തേക്കുള്ള എല്ലാ ഇതിനും വെള്ളം അങ്ങനെ കിട്ടും. അപ്പോൾ ഇതാ ഞാനും മോളും ഇറങ്ങി. വലിയ മോളാണ് ഇവിടെ പോകുന്നത്. ഞങ്ങളവിടെ കീർത്തിപ്പടി എന്ന് പറയും. കീർത്തിപ്പടി ത്താണ് ഞങ്ങളുടെ ദേശത്തെ അമ്പലം. സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ. സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് നടുവിലപ്പുറം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയും. നമുക്ക് ഉള്ളിലൊന്നും കയറിയാണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനോ അതിനൊന്നും പറ്റില്ല. ഞങ്ങളതാ പുറത്തു കൂടെയുള്ള ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ടപ്പോൾ പ്രസാദമൊക്കെ വാങ്ങി വഴിപാടൊക്കെ കഴിച്ചു ഞാനും മോളും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് 2 വഴിയുണ്ട്, ഒരുപാട് വഴിയുണ്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞങ്ങളെ കുറുക്കിന് ഇതാ പാടത്തു കൂടെ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ പാടത്തൂടെ പോന്നപ്പോൾ അവളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. മോക്കെ കണ്ടപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് പാടം. അവളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വെയിലാണ്, മഴ ഉണ്ടാവാറുണ്ട്. മഴ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും മഴ, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതാ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. മക്കളൊന്നും തിരിച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊന്ന് ലീവായപ്പോൾ അവരൊന്ന് നല്ല ഉറക്കമായി. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ആമ്പലും ഇത് താമരയാണ് കേട്ടോ. വലിയ ഇല കാണുന്നത് വെള്ളത്താമരയാണ്. ഇത് ആമ്പലാണ്, വെള്ള ആമ്പൽ. താമര പൂത്തപ്പോൾ വെള്ള താമരയുണ്ട്, റോസ് താമരയുണ്ട് കേട്ടോ.
ഇനി വിരിയുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വിടാം. ഇത് പിന്നെ എൻ്റെ ഓണപ്പൂവൊക്കെ കഴിയോ? ഓണക്കാറായപ്പോൾ എല്ലാം പൂവിട്ട് പോയി. കുറേ പുഴുക്കളുണ്ട് ഇതിൽ. പുഴുക്കൾ വന്നിട്ട് ചെടികളൊക്കെ നശിപ്പിച്ച് പോവാണ്. ഇതാണ് എൻ്റെ കൊച്ചു കൊട്ടാരം. ഞാൻ വന്ന് കയറുന്ന അതേ ഉള്ള വീടാണ്. വീടൊക്കെ ഇനി പുതിയത് വെക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. അവിടെ ഇരിക്കുന്നത് രണ്ടാമത്തെ മോളാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു പാവയ്ക്ക കൊണ്ടാട്ടുണ്ടാക്കി. നമ്മൾ പച്ച പാവയ്ക്ക അരിഞ്ഞിട്ട് കടലപ്പൊടി മുളകും പൊടി നല്ല മഴയാണ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണ്. എനിക്ക് നല്ല മഴ ചെയ്യുന്നതാണ്. അപ്പോൾ കൊള്ളുന്നൊക്കെ വിശേഷം പറയാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ